ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും നമ്മെ കാത്തു പരിപാലിക്കുന്ന, കരുണയോടെ നമ്മെ കരുതുന്ന വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്തൃനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത മണിയുമായി വചനവുമായി ഇപ്രകാരം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഒരു കൃത്യമായ അളവ് എന്നതാണ്. അതിനാധാരമായി ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ, സഞ്ചിയിലെ പടി ഒക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു. നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുള്ള ചരിത്ര ക്ലാസുകളില് അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഈ അമേരിക്കൻ വിപ്ലവത്തിന് മുമ്പുള്ള കാലത്ത് പണമൂല്യങ്ങൾ വളരെയധികം വ്യത്യാസപ്പെട്ടിരുന്നു. പല ദേശങ്ങളിലും പല പണമൂല്യങ്ങളായിരുന്നു, വ്യത്യസ്തങ്ങളായ പണമൂല്യങ്ങളായിരുന്നു. അന്ന് അമേരിക്കയില് കോളനികളായി. ഓരോ കോളനികൾക്കും അവർക്ക് സ്വന്തമായ പണ നിയമങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായ കടലാസ് പണങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായ പണം കൈമാറ്റം ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ അങ്ങനെ ഓരോ കോളനികൾക്കും ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ നാണയം കണ്ടുപിടിച്ചു. അങ്ങനെ നാണയം നിർമ്മാണം ചെയ്തു. നാണയ നിർമ്മാണ നിയമം കൊണ്ടുവന്നു. അങ്ങനെ അവർ അവസാനം ഡോളർ എന്ന് പറയുന്ന ഒരു നാണയത്തിലേക്ക് അവർ എത്തപ്പെട്ടു. ഇത് ഇന്നും ഈ ഡോളർ നമുക്ക് പരിചിതമാണ്, മുൻപന്തിയിൽ തന്നെയാണ്. ഓരോ രാജ്യത്തിനും അപ്രകാരം, അമേരിക്കയ്ക്ക് മാത്രമല്ല, അങ്ങനെ ഓരോ രാജ്യത്തിനും, ഇന്ത്യക്ക് രൂപ എന്നതുപോലെ ഓരോ രാജ്യത്തിനും പണത്തിന്റെ മാനദണ്ഡം ഉണ്ട്. അപ്പോൾ പണത്തിന്റെ മാനദണ്ഡം എന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ പ്രപഞ്ചത്തിലെ നീതിയുടെ മാനദണ്ഡം പരിശോധിച്ചു നോക്കിയാൽ നീതിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയമമാണ്. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത്, നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കയാൽ എന്റെ നാവ് നിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് പാടട്ടെ എന്നാണ്. അതായത് അല്പം കൂടി വ്യക്തമാക്കിയാൽ ഈ ലോകത്തിലെ രാജ്യങ്ങൾ അവരവരുടെ സ്വന്തം പണവ്യവസ്ഥകളും നീതിന്യായ നിയമങ്ങളും സ്ഥാപിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ 10 കൽപ്പനകൾ ലോകത്തിന്റെ അന്തിമ വിധിന്യായത്തിൽ ഉപയോഗിക്കുന്ന തത്വങ്ങളാണ്. അതാണ് ദൈവമക്കൾ ഓർത്തിരിക്കേണ്ട പ്രധാന വസ്തുത. കാരണം ഈ 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് അന്ത്യനാളുകളിൽ വിധിന്യായം നടത്തപ്പെടുന്നത്. നമ്മുടെ പ്രവൃത്തികൾ, ചിന്തകൾ ഒക്കെ എന്ത് തന്നെ ആയാലും അതെല്ലാം മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ദൈവം നല്ലതും തികതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ എന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ ന്യായവിസ്താരത്തിന്റെ മാനദണ്ഡം മനുഷ്യനിർമ്മിതമല്ല, അത് ദൈവത്തിന്റെ സ്വന്തം കരത്താൽ എഴുതിയ 10 കൽപ്പനകൾ ആണ്. ആ 10 കൽപ്പനകളെ നാം മനസ്സുകൊണ്ട് അംഗീകരിച്ച് അനുസരിക്കുക തന്നെ വേണം. ദൈവം ശോധന ചെയ്യുന്നത് നമ്മുടെ ഹൃദയ വിചാരങ്ങളെയും മനുഷ്യ മനസാക്ഷികളെയും ആണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ചില മനസാക്ഷികളെ ബലഹീനമായി വിശേഷിപ്പിക്കുന്നു. കള്ളം പറയുന്നവരുടെയും കാപട്യമുള്ളവരുടെയും മനസാക്ഷി സ്വന്തം മനസാക്ഷിയിൽ ചൂട് വെച്ചവരായി എന്ന് പറഞ്ഞിരിക്കുന്നു. നാം തുടക്കത്തിൽ കേട്ടതുപോലെ പണമൂല്യങ്ങൾ അസ്ഥിരമായിരുന്നത് പോലെ മനുഷ്യരുടെ മനസ്സിന് യഥാർത്ഥ നീതി കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയുകയില്ല. എങ്കിലും ദൈവം തന്റെ 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ന്യായം വിധിക്കുന്നത് മനുഷ്യ മനസാക്ഷികളെയാണ്. അത് വളരെ കൃത്യമായ അളവും ആയിരിക്കും, ശാശ്വത നീതിയുള്ള അളവും അത് ആയിരിക്കും. നമ്മൾ പുറമെ നീതിമാന്മാർ ആയിരിക്കുന്നത് പോലെ തന്നെ അകമേ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരാകാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു എന്നും തിരുവചനത്തിൽ വാക്യങ്ങളുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി, രാജപുരോഹിത വർഗം വേറെയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രഭാതമണിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെടുന്ന ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ സുപ്രഭാതം കർത്താവേ, അവിടുത്തെ സന്നിധിയിലായിരിക്കാനും കർത്താവേ, അവിടുത്തെ തിരുവചനത്തെ ചിന്തിപ്പാനും അടിയങ്ങൾക്ക് കൃപ തന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ, സ്തോത്രം. അവിടുത്തെ പാദപീഠത്തിൽ ഈ ദിവസവും ആയിരിക്കാൻ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ, സ്തോത്രം. ഈ ദിവസത്തിൽ കർത്താവെ ഞങ്ങൾ ചെയ്യുവാതിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും കർത്താവെ അവിടുത്തെ നാമമഹത്വത്തിനായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ, സ്തോത്രം. ഇന്നേ ദിവസം കർത്താവ് രോഗശൈലിയിലായിരിക്കുന്നവരെ അങ്ങ് സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങളൊക്കെയും സൗഖ്യമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പലരുടെ പ്രയാസത്താൽ, മനോഭാരത്താൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ, സ്തോത്രം. സ്വർഗ്ഗ നന്മകളാൽ നിറച്ചവരെ ആശ്വസിപ്പിക്കണമെന്ന്
എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസം കൂടി ഓരോ വർഷം കൂടി അവരുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കരം പിടിച്ച് വഴി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗം നല്ല പിതാവേ, അവിടുത്തെ കൃപയിൽ അടികളായിരിക്കുമ്പോൾ അങ്ങയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ജീവപ്പണ്ടാക്കുന്ന അടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിന് വേണ്ടി കർത്താവെ അടിയങ്ങൾ ഒരുക്കുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും അടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാനും അങ്ങേക്ക് വേണ്ടി ദൈവരാജ്യത്തെ വികസിപ്പിക്കുവാനും കർത്താവെ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗ മകളാൽ നിറയ്ക്കണമെന്ന് യാചിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നതിലും അധികമായി തരുന്ന നാഥ, അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടിയങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തായ കുറ്റങ്ങളും തെറ്റുകളും പിഴവുകളും ഒക്കെയും അവിടുന്ന് ക്ഷമിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അവിടുത്തെ സന്നിധിയിലായിരിപ്പനടികളെ കാത്തുകൊള്ളാൻ വേണ്ടി യാചിക്കുന്നു. സർവ്വവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ശുഭദിനം ഏവർക്കും നേരുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.